ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന പുട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലോട്ടൊരു കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു ടീസ്പൂണും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം കുറവാണ് തോന്നിയപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് മുഴുവൻ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര പുട്ട് ബാക്കിയുണ്ടോ, നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇതിലോട്ടൊരു 4 ഏലക്കായ ചതച്ചിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാലിങ്ങനെ ഏലക്കായയും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ഏലക്കായുടെയൊക്കെ ഫ്ലേവർ അതിലോട്ട് വരും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡിഷിന് ഞാനൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ട് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ കേക്കിലൊക്കെ ചേർക്കുന്ന ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയൊക്കെ. ഇതിപ്പോൾ ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ പച്ചച്ചൊവ വരുമെന്ന് കരുതിയിട്ട് ഡയറക്റ്റ് ജ്യൂസ് അടിക്കാതെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ജ്യൂസ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളങ്ങനെ ഡയറക്റ്റ് ജ്യൂസ് എടുത്തിട്ട് ഞാനൊരു പ്രാവശ്യം ചെയ്ത് നോക്കി കേട്ടോ. അപ്പോഴും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ബീട്രൂട്ടിൻ്റെ പച്ച ചുവയൊന്നും നമുക്കത് തോന്നുന്നില്ല. നമ്മളിതിൽ കളറിന് വേണ്ടി കുറച്ചല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ചുവയൊന്നും അത് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അങ്ങനെ തിളപ്പിച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ഒരു പാലുണ്ടല്ലോ, ഏലക്കായും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഴുവൻ പാലൊന്നും നമുക്കിതിലേക്ക് ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ളൂ. വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ നമുക്ക് രാവിലെ ബാക്കി വന്നിട്ടുള്ള ഒരു പുട്ടുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എത്രയെന്ന് വെച്ചാൽ അത് എടുക്കാം. എന്നിട്ട് ഞാനതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാതെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടിരിക്കുമായിരിക്കുമല്ലോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് കറക്കരുത്, ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം കേട്ടോ. ഓപ്ഷണലാണ്. നമ്മൾ ഓൾറെഡി പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ചേർത്തിട്ടുണ്ടാകും. അപ്പോൾ നല്ല ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപ്പ് ചേർക്കുന്ന സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂ കിസ്മിസൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. നെയ്യിൽ വറുത്തെടുത്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാലും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് ചിലപ്പോൾ ആവശ്യം വരില്ല. നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി മധുരം കുറവുണ്ടായി പഞ്ചസാര ചേർക്കാൻ വേണ്ടി അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പുട്ടിലോട്ട് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിന് എത്രത്തോളം കളറ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതൊന്ന് അത്യാവശ്യം നനഞ്ഞ് കിട്ടാനുള്ള ഒരു ഇതും വേണം. ആ ഒരു ക്വാണ്ടിറ്റിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യൊന്നും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ആദ്യം ചേർക്കണ്ട. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നെയ്യുടെ ഒക്കെ ഒരു ചുവയൊക്കെ കുറവുണ്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ കിസ്മിസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് കളറ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് വെള്ളം ഇതിൽ ഓവറായി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കണം. ആ ഒരു കറക്റ്റ് പരുവാകുന്ന സമയത്ത് നമുക്കിത് ചേർത്ത് കൊടുക്കൽ നിർത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ബീട്രൂട്ട് ഡയറക്റ്റ് ജ്യൂസ് എടുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ തിളപ്പിച്ചെടുത്ത് ചേർത്തത് കൊണ്ടാണ് കുറച്ച് കളറ് കുറവ്. അപ്പോൾ ഇത്രയും പാല് ഞാനിന്ന് മാറ്റി വെച്ചിട്ടാണ് ആ കളറിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ബാക്കിയുള്ള നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിരുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, അതിന് നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൽ മധുരം കുറവുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊരു ലഡുവിൻ്റെ ഷേപ്പിൽ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. നമ്മൾ ബാക്കി വന്ന പുട്ടൊന്നും അങ്ങനെ കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ വൈകുന്നേരം ഒന്നും ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ, നല്ല എളുപ്പമാണ്. നമ്മളിത് കുക്ക് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് സംഭവങ്ങൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇത് ഉരുട്ടിയെടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് പഞ്ചസാരയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ലഡു കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഈ ഒരു റെസിപ്പി ഞാൻ സ്റ്റെബിൻ ജാക്കോബിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഈ ഒരു കളറും അതുപോലെ തന്നെ ഇത് കണ്ടപ്പോൾ വളരെ ഈസിയായി തോന്നി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് നമ്മൾ ലെഫ്റ്റ് ഓവർ പുട്ട് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഉപകാരമാവുമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്തിടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കിത് മുഴുവനായിട്ടും ഇങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയിട്ട് അതുപോലെ തന്നെ പഞ്ചസാരയിൽ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ആ ഒരു പഞ്ചസാരയിൽ നമ്മൾ ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങൊക്കെ കിട്ടും കേട്ടോ അതിന്. അപ്പോൾ അതുപോലെ ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുട്ടൊക്കെ ബാക്കി വരുന്ന സമയത്ത് എന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.